ചെലവ് വല്ലാതെ കൂടുന്നു. വേണ്ടതിനല്ല ചെലവ്. കരാർ തൊഴിലാളികൾ അതൊക്കെ അവസാനിപ്പിച്ചാൽ മതി. ഞാൻ പറയട്ടെ, ആവശ്യമില്ലാത്ത എക്സ്പെൻഡിച്ചർ അവസാനിപ്പിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിന് സാധിക്കുന്നില്ല. ഞങ്ങൾക്ക് ബദല എല്ലാ കാലത്തും ഉണ്ടായില്ലേ. ഞങ്ങൾ പൊതുമേഖല റീസ്ട്രക്ചറിങ് ഞാൻ പറഞ്ഞിട്ടില്ലേ, 90കളിൽ പറഞ്ഞു. ഒരു ശക്തിയായി എതിർത്തുകൊണ്ടാണ് 90കളിൽ പൊതുമേഖല റീസ്ട്രക്ചറിങ്. ഇപ്പൊ എത്ര കോടി പോയി ആ ശമ്പളം കൊടുക്കാൻ വേണ്ടി. അന്ന് റീസ്ട്രക്ചറിങ്ങിനെ എതിർത്തവർ ഇപ്പൊ ശമ്പളം കൊടുക്കാൻ വേണ്ടി കല്ല് വെട്ടി വിൽക്കുകയാണ്. കോമ്പൗണ്ടിലുള്ള ചെങ്കല്ലുണ്ടെങ്കിൽ അത് വെട്ടാൻ അനുവാദം കൊടുക്കുകയാണ് അവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ. അവിടെ എത്തി മെഷീനറിയൊക്കെ വിറ്റ് തീർന്നു കൊണ്ടുപോയി. നമ്മളിവിടെ ഏറ്റിക്കോട്ടും അവിടെ ഒന്ന് പോയി അന്വേഷിച്ചു നോക്കി. ഞാൻ പറയുന്നത് വസ്തുതയല്ലേ എന്നുള്ളത്. റീസ്ട്രക്ചറിങ് ചെയ്തിരുന്നെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത്രയധികം പണം ചോർത്തൂലായിരുന്നു. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വെറുതെ പണം ചോർത്തി. ഇപ്പൊ എഡ്യൂക്കേഷൻ സ്വാശ്രയ സ്ഥാപനങ്ങൾ വന്നു. അതുകൂടി വന്നില്ലായിരുന്നെങ്കിൽ എന്താണ് സ്ഥിതി? UDF അന്നേ പറഞ്ഞു. ഇപ്പോഴും ആൾട്ടർനേറ്റീവ് അതൊക്കെ തന്നെയാണ്. ഇപ്പൊ ഇവര് തുടങ്ങിയപ്പോൾ അവർ വല്ലാണ്ടാണ് പോയി. പാടാത്തം പാടി ഇപ്പൊ പാട്ടോട് പാട്ട് എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഇപ്പോ കിട്ടാവുന്നതൊക്കെ സ്വകാര്യ മേഖല എന്നവർ പറയുന്നുണ്ട്. അങ്ങനെയല്ല വേണ്ടിയിരുന്നത്. ഒരുപാട് വൈകി. പക്ഷെ ഇപ്പോഴും അവരെ നയത്തിൽ ഒരുപാട് പണം ചോർന്നു പോകുന്ന വഴികളുണ്ട്. അതൊക്കെ UDF വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആൾട്ടർനേറ്റീവ് അതാണ്. അനാവശ്യ ചെലവുകൾ. ഇവരെ ഒരു പ്രാവശ്യമെങ്കിലും കട്ട് എന്തിനാ കട്ടുണ്ട്? പക്ഷെ അത് ആളറിയാതെ പ്ലാനിനാണ് കട്ട്, ആനുകൂല്യങ്ങൾക്കാണ് കട്ട്, ആശുപത്രിക്കാണ് കട്ട്. പക്ഷേ ബാക്കി പൊടിപടലങ്ങൾക്കൊന്നും യാതൊരു കുറവുമില്ല. അത് തന്നെയാണ് പ്രശ്നം. ആവശ്യമില്ലാത്തവർക്ക് പിന്നെ കരാർ തൊഴിലാളികളെ വെക്കുക, അതിന് ആവശ്യമില്ലാത്ത ഇവന്റുകൾ നടത്തുക, ആവശ്യമില്ലാത്ത വാരിക്കോരിയുള്ള ചെലവുകൾ. ഇപ്പോൾ പിന്നെ ദരിദ്രരില്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിക്കാൻ 1.5 കോടിയോ എത്രയോ ചെലവായി. ഇതേമാതിരി ഉള്ള സംഭവവികാസങ്ങൾ, അതിനുള്ള പരസ്യം. അത് ഞങ്ങളുടെ കാലത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിക്കാൻ പാടില്ലായിരുന്നു പിന്നെ എക്കണോമിക് മെഷേഴ്സ്. അങ്ങനെ എക്കണോമിക് മെഷേഴ്സ് ഒന്നും കൊണ്ടുവന്നില്ല. ഞങ്ങൾ കൊണ്ടുവരും. ചെലവ് ചുരുക്കിയാൽ തന്നെ മതി. ആവശ്യമില്ലാത്ത ചെലവുകൾ ചുരുക്കണം. അതിന് വരുമാനം വർദ്ധിപ്പിക്കാൻ ഉള്ള മാർഗങ്ങൾ നോക്കാം. അതുതന്നെയാണ് അധ്യക്ഷ മന്ത്രി ഇന്ന് ഉന്നയിച്ചൊരു വിമർശനം. ഇപ്പോൾ ഈ ആധികാരികമുക്തി പ്രഖ്യാപനം സർക്കാർ നടത്തുമ്പോൾ പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 4 കൊല്ലം ഈ പദ്ധതി നടക്കുന്ന ഘട്ടത്തിൽ ഒരു തവണ പോലും നിയമസഭയിലടക്കം ഈ വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. ഈ പ്രഖ്യാപനം നടത്തുമ്പോഴാണല്ലോ വിമർശനം നടത്തുന്നത് എന്നുള്ളതാണ് മന്ത്രിയുടെ ചോദ്യം. പരസ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം കേരളം ഡിബേറ്റ് ചെയ്തിട്ടില്ലല്ലോ. അതിദാരിദ്ര്യമില്ലാത്ത കേരളം ഉണ്ടാവാൻ പോവുകയാണ്. അത് പിന്നെ ഇങ്ങനെ 10-65,000 ആളെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ചില്ലറ ആനുകൂല്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ പോകുന്ന ഗൂഢപദ്ധതി ആരാ അറിഞ്ഞത്? അങ്ങനെ സംഭവമില്ല. അത് പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയൊക്കെ ഒരു ലോക്കൽ പരിപാടിയായി നിലനിന്നിരുന്നു. അതെടുത്ത് ഇവരിങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ പോകുന്നുണ്ടെന്നുള്ള വിവരം അവർക്കെല്ലാം അറിയാവൂ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഡിബേറ്റ് ചെയ്യൽ കേന്ദ്ര സഹായങ്ങളെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെ കേന്ദ്ര പദ്ധതികളെയൊക്കെ ബാധിക്കും. എങ്ങനെയാണ്? തീർച്ചയായിട്ടും ബാധിക്കും. ഇതിനു മുമ്പ് നിങ്ങൾ എടുത്തു നോക്ക്. നിങ്ങളുടെയൊക്കെ ചാനൽ ചർച്ചകളിൽ എത്ര പ്രാവശ്യം വന്നതാണ്. എന്തുകൊണ്ടാണ് കേരളത്തിന് പല സ്കീമുകളും അവർ കട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചതല്ലേ. അപ്പോൾ അവർക്കൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് അവിടെയുള്ള ഉദ്യോഗസ്ഥ ലോബിക്ക് ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. ഇവിടെ നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും കൊടുക്കുന്ന പലതും കേരളത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും കേരളത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടുള്ളവരാണ് ഡൽഹിയിലുള്ളവർ. അതുകൊണ്ട് കേരളത്തിന് കൊടുക്കുമ്പോൾ അവർ വളരെ പിശുക്കേ കൊടുക്കുള്ളൂ. അതിന് കാരണം പറഞ്ഞാൽ എന്താ? അവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ആവശ്യമില്ലാത്തപ്പോൾ നമ്മൾ തന്നെ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെ വാങ്ങും? കാണാൻ കുറച്ച് കഴിയുമ്പോൾ പിന്നെ പല ആനുകൂല്യങ്ങളും അവർ വെട്ടിക്കുറക്കും. ഇപ്പോൾ ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം, ഏറ്റവും പാവപ്പെട്ട അടിസ്ഥാന പാവങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ UDF അധികാരത്തിലേക്ക് അതിദരിദ്രം എന്നുള്ള കാറ്റഗറി ഒരു വിശദമായ പഠനത്തിന് വിധേയമാക്കി അതിനകത്ത് വ്യക്തത വരുത്തും. പക്ഷേ ദരിദ്രരില്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിക്കാനുള്ള ധൃതി കാണിക്കല്ല വേണ്ടത്. കേരളം കാലാകാലങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്ന ക്വാളിറ്റി സർവീസസൊക്കെ തുടർന്നും കൊടുക്കുക, കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കുക. ഇപ്പോൾ ചികിത്സ കൂടുതൽ ഓൺലൈൻ കൺസൾട്ടേഷൻ, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത മരുന്ന് കുറക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. കാരണം ആരോഗ്യ പരിപാലന രംഗത്ത് അത് കേരളത്തിലേക്ക് കൊണ്ടുവരണം. ഉപകരണങ്ങളുണ്ട്. ഇത് അത്യാധുനിക ഉപകരണങ്ങൾ നമുക്കുണ്ടാവണം. അതാണ് ആരോഗ്യ പരിപാലനത്തിന്. ഡയഗ്നോസിസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.
ഇതുള്ള ഉപകരണം തന്നെ എടുത്തുകൊണ്ട് പോകല്ലേ, കാശ് കൊടുക്കാത്തതുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുവച്ച ഉപകരണം എടുത്തുകൊണ്ടുപോകാം എന്നിട്ട് കേരളം പ്രഖ്യാപിക്കുകയാണ്.